നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ബറോസ്. ഡിസംബർ 25 ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ ഇന്ത്യ ഒട്ടുക്ക് അതുപോലെ തന്നെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇത് റിലീസായിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നാമത്തെ ദിവസം വന്നിരുന്നു. കൂടുതലും നല്ല രീതിയിൽ സിനിമയെ സമീപിക്കുന്നവരൊക്കെ മികച്ച റിപ്പോർട്ടാണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. മികച്ച സംവിധാനം എന്ന രീതിയിലും മികച്ച മേക്കിംഗ് എന്ന രീതിയിലും നല്ല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം ചെറിയ ചെറിയ നെഗറ്റീവും വരുന്നുണ്ട്. രണ്ടാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഫാമിലി ഓഡിയൻസ് ഈ സിനിമ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഫാമിലി ഓഡിയൻസ് കൂടുതലായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത് നല്ല സിനിമയാണെന്നാണ്. നല്ല രീതിയിൽ ഈ ക്രിസ്മസ് കാലത്ത് കുടുംബത്തിനും കുട്ടികൾക്കും ഒപ്പം ഇരുന്നുകൊണ്ട് ആസ്വദിക്കാവുന്ന ഒരു ഫെയറി ടെയിൽ, ഒരു മുത്തശ്ശി കഥ പോലെ കണ്ടിരിക്കാവുന്ന മനോഹരമായ ഒരു ചിത്രമാണ് ബറോസ് എന്നുള്ള അഭിപ്രായമാണ് കൂടുതലും രണ്ടാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ വരുന്നത്. നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ബറോസ്. ഡിസംബർ 25 ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ ഇന്ത്യ ഒട്ടുക്ക് അതുപോലെ തന്നെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇത് റിലീസായിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നാമത്തെ ദിവസം വന്നിരുന്നു. കൂടുതലും നല്ല രീതിയിൽ സിനിമയെ സമീപിക്കുന്നവരൊക്കെ മികച്ച റിപ്പോർട്ടാണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. മികച്ച സംവിധാനം എന്ന രീതിയിലും മികച്ച മേക്കിംഗ് എന്ന രീതിയിലും നല്ല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം ചെറിയ ചെറിയ നെഗറ്റീവും വരുന്നുണ്ട്. രണ്ടാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഫാമിലി ഓഡിയൻസ് ഈ സിനിമ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഫാമിലി ഓഡിയൻസ് കൂടുതലായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത് നല്ല സിനിമയാണെന്നാണ്. നല്ല രീതിയിൽ ഈ ക്രിസ്മസ് കാലത്ത് കുടുംബത്തിനും കുട്ടികൾക്കും ഒപ്പം ഇരുന്നുകൊണ്ട് ആസ്വദിക്കാവുന്ന ഒരു ഫെയറി ടെയിൽ, ഒരു മുത്തശ്ശി കഥ പോലെ കണ്ടിരിക്കാവുന്ന മനോഹരമായ ഒരു ചിത്രമാണ് ബറോസ് എന്നുള്ള അഭിപ്രായമാണ് കൂടുതലും രണ്ടാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ വരുന്നത്.